മഹാപരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ വൈകിയവേള നമുക്കൊരുമിച്ച് പതിവ് പോലെ തിരുസന്നിധിയിൽ വരുവാൻ ദൈവം അവസരങ്ങളെ നൽകിയല്ലോ. ഭക്തിയും വിശ്വാസവും നമുക്ക് കർത്താവ് ശേഷിപ്പിച്ചു. രക്ഷയുടെ പാറയായ ക്രിസ്തുവിൽ നിന്ന് വീണുപോകാതെ നമുക്ക് രക്ഷകനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഇതുവരെയും അവിടുന്ന് കൃപ ചെയ്തതോർത്ത് സ്തോത്രം. നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹ അഭിവാദനങ്ങൾ ഏവർക്കും സന്ധ്യാസമയം ആദരവോടെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി നാം ഒരുമിച്ച് വീണ്ടും കൂടി വന്നിരിക്കുന്നല്ലോ. സ്തോത്രം. മുമ്പും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതുപോലെ ദൈവജനത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് പ്രത്യേകതകളിൽ ഒന്നാണ് ദൈവം നമുക്ക് തൻ്റെ വചനം നൽകിയിരിക്കുന്നു എന്നുള്ളത്. വി ആർ എ പീപ്പിൾ ഓഫ് ദ ബുക്ക്. നാം ഒരു പുസ്തകത്തിൻ്റെ ജനതയാണ്. എന്നാൽ ആ പുസ്തകത്തോട് നമുക്ക് മുൻപ് ഒരു ബന്ധവും ഇല്ലായിരുന്നു. മുമ്പ് നമുക്ക് ആ പുസ്തകത്തോട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ അല്ലെങ്കിൽ യഹൂദന്റെ വിശേഷതയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ റോമർ 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ എടുത്തു പറയുന്ന ഒന്നാമത്തെ കാര്യം, സ്തോത്രം, എടുത്തെങ്കിൽ വായിച്ചോളൂ. റോമർ 3-ന്റെ ആദ്യത്തെ വാക്യം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു. What advantage then is there in being a Jew, or what value is there in circumcision? What is the value? What advantage? Much in every way. First of all, they have been entrusted with the very words of God. Praise God. The first and foremost advantage, value, significance of Jews is that God's word or oracles are entrusted unto them. യഹൂദന്റെ ഏറ്റവും ആദ്യത്തെ വിശേഷത ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ. അതുകൊണ്ടാണ് യഹൂദന് തങ്ങളെക്കുറിച്ച് തന്നെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. We are the custodians of the law. We are the custodians of God's word. ദൈവവചനം ഞങ്ങളുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ അതിൻ്റെ കാവൽക്കാരാണ് എന്നൊരു അഹങ്കാരം. അവർ പക്ഷേ അതനുസരിച്ചില്ല എന്നതുകൊണ്ട് അത് പാപപരമായ അല്ലെ പാപകരമായ അഹങ്കാരമായി മാറിയെന്ന് മാത്രം. ഇപ്പൊ ദൈവം തൻ്റെ ജനത്തിനായിട്ട് വിശേഷാൽ കൊടുത്തിരുന്ന ദൈവത്തിൻ്റെ വചനം വേറെ ആർക്കും അത് നൽകപ്പെട്ടിരുന്നില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നു, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് നമ്മൾ അന്യരായിരുന്നു. We were strangers or we were aliens to the covenants of the Lord or the statutes of the covenant of the Lord. വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് നമ്മൾ അന്യരായിരുന്നു.
എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മുടെ പൂർവ്വകാല അനുഭവങ്ങളെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ഈ കൂട്ടത്തിൽ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് നമുക്ക് ആ വാഗ്ദത്ത വചനങ്ങളോട് ലഭ്യമായ സഖ്യതയ്ക്കായി സ്തോത്രം. ഈ വചനത്തിൻ്റെ പങ്കാളികളാക്കി നമ്മളെയും ദൈവം തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗാഡ്. പിന്നെയും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് അഭിമാനത്തോടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജനതയാണ് നാം എന്ന് മനസ്സിലാക്കി മുൻപോട്ട് നീങ്ങുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചു വരുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അതിൽ ഇന്നലെ വരെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ദൂതന്മാർ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൈമാറിയ ന്യായപ്രമാണത്തിൻ്റെ വിശേഷതകളും അതിനോട് താരതമ്യം ചെയ്തുകൊണ്ട് പുതിയ നിയമത്തെ അല്ലെങ്കിൽ സുവിശേഷത്തെ, രക്ഷയെ അതിൻ്റെ പ്രാധാന്യതയോടെ കാണുക ഇതായിരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ പഴയ നിയമത്തെ 2 വിശേഷമായ പേരുകളിൽ കാണുന്നുണ്ട്. Hebrews 2:2 speaks about the Old Testament in 2 ways. 2 രീതികളിൽ. ഒന്ന്, which was handed over. എന്താണ്? ഒന്ന്, ദൂതന്മാർ through angels. handed over. Message spoken through angels. Yes, spoken through angels, which means God handed over the law of the Lord to the people of Israel in the mediatorship of angels. ദൂതന്മാരുടെ മധ്യസ്ഥതയിലൂടെ തൻ്റെ ജനത്തിന് കൈമാറിയ ന്യായപ്രമാണം അഥവാ വ്യവസ്ഥകൾ. 2-ാമത് പറയുന്നു which was steadfast in nature. സ്ഥിരമായി നിന്ന് അല്ലെങ്കിൽ നിൽക്കുന്ന വചനം. സ്തോത്രം. മറ്റൊരു കാര്യം കൂടെ അവിടെ നമ്മൾ കണ്ടു. God was so much interested in checking out his word is obeyed without violation. തൻ്റെ വചനം ലംഘനം കൂടാതെ അനുസരിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുവാൻ ദൈവം ശ്രദ്ധാലുവായിരുന്നു. 3-മതൊരു കാര്യം നമ്മളവിടെ കണ്ടത്, God was so righteous or very strict in punishing righteously the disobedient. തൻ്റെ വചനത്തിൻ്റെ അല്ലെങ്കിൽ തിരുവചനത്തെ ലംഘിച്ചവർക്കും അനുസരിക്കാഞ്ഞവർക്കും ന്യായമായി ന്യായവിധി കൊടുക്കുവാൻ, പ്രതിഫലം കൊടുക്കുവാൻ ദൈവം വളരെ തീഷ്ണതയോടെ പ്രവർത്തിച്ച ന്യായാധിപനായി അവിടെ വെളിപ്പെടുന്നു. സ്തോത്രം. ആ 4 കാര്യങ്ങൾ നമ്മൾ കണ്ടുവല്ലോ. 1-മത് പഴയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ വിശേഷത അല്ലെങ്കിൽ അതിനുള്ള വിശേഷണം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തത്. 2, സ്ഥിരമായത്. സ്തോത്രം.
അങ്ങനെ ആ വചനത്തിൻ്റെ അവസ്ഥകളെ വിവരിച്ചതിന് ശേഷം പുതിയ നിയമത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷത്തിൻ്റെ വിശേഷത, അതിൻ്റെ അനുസരണത്തിൻ്റെ പ്രാധാന്യം, അനുസരണക്കേട് സംഭവിച്ചാൽ, അവഗണന നാം നടത്തിയാൽ ഉണ്ടാകുന്ന അപകടം എന്നിവയെക്കുറിച്ചൊക്കെ നാം അവിടെ കാണുന്നുണ്ട്. മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞതുപോലെ അപ്പോസ്തലൻ ഈ വാക്യങ്ങളെ, അല്ലെങ്കിൽ ഈ 1 തൊട്ട് 4 വരെയുള്ള ഭാഗങ്ങളെ അവതരിപ്പിക്കുന്നത് an exhortation and argument മെത്തേഡിലാണ്. an exhortation and argument. ഒരു പ്രബോധനം കൊടുക്കുന്നു. ആ പ്രബോധനത്തിൻ്റെ പ്രാധാന്യതയെ ഒരു വാദപ്രതിവാദകന്റെ, ഒരു താർക്കികന്റെ രീതിയിൽ അവതരിപ്പിച്ച് അപകടത്തെക്കുറിച്ചും ആ അപകടത്തിൽ ഇരിക്കുന്ന സാധ്യതകളും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നു. മനസ്സിലായോ? ഈ ഭാഗത്ത് അപ്പോസ്തലൻ ചെയ്യുന്നത് ആദ്യം ഒരു പ്രബോധനം തരികയാണ്. എന്താ പ്രബോധനം? ആദ്യം നമുക്ക് നൽകിയ പ്രബോധനം നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം എന്ന പ്രബോധനമാണ്. എക്സോട്ടേഷൻ, the initial verse or initial sentence, we need to give much heed to what we heard. Yeah, we need to. Then he puts up the argument. അതിനുശേഷം അതിൻ്റെ കാരണങ്ങൾ അവിടെ എടുത്തു പറയുകയാണ്. എന്താ? Since we received this word, since we heard the gospel, since we received the salvation, there is a danger of slipping it away from you and me. നമ്മുടെ കയ്യിൽ നിന്ന് നാം പ്രാപിച്ച ദൈവവചനം, രക്ഷ, സുവിശേഷം തെന്നിപ്പോകാൻ, കൈവിട്ടു പോകുവാൻ സാധ്യതയുണ്ട്. That is the first argument. The possibility of slipping away from our hands. Our hands are slippery. നാം ഈ രക്ഷയെ പ്രാപിച്ചിരിക്കുന്ന, ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം പ്രാപിച്ചിരിക്കുന്ന നമ്മുടെ കൈകൾ മെഴുമെഴുപ്പുള്ളതാണ്, എണ്ണയുള്ളത് പോലത്തതാ. സൂക്ഷിക്കണം, സൂക്ഷിക്കണം. സാധ്യത അതവിടെ അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 1 Timothy 6:12. 1 തിമോത്തിയോസ് 6:12. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. 2-ാം ഭാഗമാണ് നമ്മുടെ വിഷയത്തോട് ചേർന്ന് നിൽക്കുന്നത്. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക. ഹോൾഡ് ഓൺ eternity, eternal life. Fight the good fight of faith. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. എന്തിനായി നല്ല പോർ പൊരുതുന്നത്? നിത്യജീവനെ പിടിച്ചുകൊള്ളാനാ. ദൈവം നമുക്ക് നൽകിയ വിലപ്പെട്ട ദാനമാണ് ഈ നിത്യജീവൻ. അത് കൈമോശം വന്നുകൂടാ, നമ്മുടെ കയ്യിൽ നിന്നത് തെന്നിപ്പോയിക്കൂടാ, അത് വീണ് ഉടഞ്ഞുകൂടാ. നാം അതിനെ അതുകൊണ്ട്
മുറുകെ പിടിച്ചുകൊള്ളണം. വിശ്വാസത്തിൻ്റെ പോർ പൊരുതുന്ന വേളയിലും സ്തോത്രം നാം നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളണം. മിസ്സിസ് ജോബ്, ശ്രീമതി ഇയ്യോബ്, ശ്രീമാൻ ഇയ്യോബിനോട് പറഞ്ഞ കാര്യം നമുക്കറിയാമല്ലോ. എന്താ? നീ ഇപ്പോഴും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? തൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, തൻ്റെ മാന്യത നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഭാര്യയുടെ ദൃഷ്ടിയിൽ പോലും അവനൊരു അവജ്ഞനായി മാറി. തൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ അവൻ വിധിക്കപ്പെട്ടവനായി. ഇന്ന് അവനെ നിന്ദിക്കുന്നവർ, ഇയ്യോബിനെ ഇന്ന് നിന്ദിക്കുന്നവരെ കുറിച്ച് ഇയ്യോബ് പറയുന്നുണ്ട്, ഇവരുടെ അപ്പന്മാരെ, ഇവരുടെ കാര്യം പോട്ടെ, ഇവരുടെ അപ്പന്മാരെ എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ കാവൽക്കാർ പോലും ആക്കാൻ ഇവർ യോഗ്യരല്ലായിരുന്നു. അങ്ങനെയുള്ളവരുടെ മക്കളായി ഇന്ന് എന്നെ നിന്ദിക്കുന്നത്. അത്രയ്ക്ക് നിന്ദാപാത്രമായി ഇയ്യോബ് മാറി. ഇങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഒരു കാര്യം മാത്രം താൻ പിടിച്ചുകൊണ്ടിരുന്നു, തൻ്റെ ഭക്തി. പ്രൈസ് ഗാഡ്. ഇതുപോലെ നാം പിടിച്ചുകൊണ്ടിരിക്കണമെന്നാണ് ആദ്യത്തെ ആർഗ്യുമെന്റ്, ആദ്യത്തെ പ്രബോധനം. അങ്ങനെ മുറുകെ പിടിക്കണമെന്ന. ഇല്ലെങ്കിൽ ആർഗ്യുമെന്റ് പറയുന്നു, ഇല്ലെങ്കിൽ താക്കീത്, ഓർമ്മപ്പെടുത്തൽ, മുന്നറിയിപ്പ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് ഉടഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. Here the writer emphasizes on the human responsibility in our salvation journey. നമ്മുടെ രക്ഷായാത്രയിലെ നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്, ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച്, മനുഷ്യന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഇവിടെ അപ്പോസ്തലൻ ഊന്നിപ്പറയുകയാണ്. സ്തോത്രം. പിന്നെ അടുത്ത കാര്യമാണ് നാം ഇന്നലെ ഒടുവിൽ നോക്കുവാനായിട്ട് ചിന്തിച്ചത്. സ്തോത്രം. എന്താ? നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? സ്തോത്രം. രക്ഷ. So a great salvation. So great a salvation. ഇത്ര വലിയ രക്ഷ നമുക്ക് ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. ഇത്ര വലിയ രക്ഷ. ഇവിടെ നമ്മൾ the second exhortation, we are received with, we are gifted with so great a salvation. ഇത്ര വലിയ രക്ഷ നമുക്ക് ലഭിച്ചിരിക്കുന്നു. സാൽവേഷൻ, രക്ഷ, അതിൻ്റെ നിർവചനം നമ്മൾ ഇന്നലെയും കണ്ടു. ഏറ്റവും ഹീനമായത്, ബീഭത്സമായത്, ഭയാനകമായത്, അതിൽ നിന്നുള്ള വിടുതൽ അഥവാ വിമോചനം. രണ്ടാമത്തെ ഭാഗമോ ഏറ്റവും ഉത്കൃഷ്ടമായതിൻ്റെ, ശ്രേഷ്ഠമായതിൻ്റെ നൽകപ്പെടൽ. സ്തോത്രം. ഏറ്റവും ഹീനമായതിൻ്റെ, ഏറ്റവും ഭയാനകമായതിൻ്റെ, ഭീകരതയിൽ നിന്നുള്ള വിമോചനം. സ്തോത്രം. എ ഡെലിവറൻസ് or a freedom or liberty from the worst, from the most dreadful. ഏറ്റവും ഹീനമായ, ഭയാനകമായതിൻ്റെ
പിടിയിൽ നിന്നുള്ള, അടിമത്വത്തിൽ നിന്നുള്ള വിമോചനം രക്ഷയുടെ ഒന്നാം ഭാഗമാണ്. രക്ഷയുടെ 2 തലങ്ങളായിട്ടാണ് നാം അതിനെ കാണുന്നത്, മനസ്സിലാക്കുവാനുള്ള എളുപ്പത്തിന്. What is salvation? It's 2 sides. We already have seen yesterday also. One is a deliverance or a freedom from what is the most dreadful, fearful, the worst thing that can happen to a person's life. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള ഏറ്റവും ഭീകരമായ സംഗതി, a deliverance from the utmost loss that can occur in the life of a person. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നേരിടാമാവുന്ന ഏറ്റവും വലിയ നഷ്ടത്തിൽ നിന്നുള്ള വിമോചനം. സ്തോത്രം. ഏറ്റവും വലിയ നഷ്ടം. യേശു കർത്താവ് പറഞ്ഞു, ഒരുവൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ, തൻ്റെ പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? The utmost loss is the loss of himself. ഏറ്റവും വലിയ നഷ്ടം തന്നെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാ. സ്വയം നഷ്ടപ്പെടുക. നമുക്കുള്ളതെന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാൽ അത് വലിയ നഷ്ടമല്ല. നാം തന്നെ നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. സ്തോത്രം. We were in that loss. Naturally, we were in that loss, the loss of or losing himself. രക്ഷയുടെ ഒന്നാം ഭാഗമായി ആ നഷ്ടത്തിൽ നിന്ന് കർത്താവ് നമ്മെ കരകയറ്റുന്നു. രക്ഷയുടെ ഒന്നാമത്തെ ഭാഗമായി ആ നാശത്തിൽ നിന്ന് ദൈവം നമ്മെ വിമോചിപ്പിക്കുന്നു. സ്തോത്രം. ആ നാശത്തിൽ നിന്ന്. രണ്ടാമത്തെ ഭാഗമാണ് bestowing the best. ഏറ്റവും നല്ലത് നൽകപ്പെടുന്നു. എന്താ ഏറ്റവും നല്ലതെന്ന് നമുക്കറിയാം. ഈ അണ്ഡകടാഹത്തിന്റെ ഉടയവന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള പദവി, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള പദവി. Praise God. Bestowing of the best, to be called the children of God, the Creator of the universe. അഖിലാണ്ടത്തിൻ്റെ സ്രഷ്ടാവായ മഹാദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ പദവി സൗജന്യമായി നൽകപ്പെടുന്നു. ഹല്ലേലൂയ. It's not only a deliverance but also a bestowing, a gifting. Praise God. ഒരിടത്ത് നിന്ന് വിമോചിപ്പിച്ചിട്ട് ഏറ്റവും താഴെ നിന്ന്, ഏറ്റവും അഗാധത്തിൽ നിന്ന് ഉയർത്തി പൊക്കിയെടുത്തിട്ട് ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നമ്മെ കൊണ്ടാക്കുന്ന അവസ്ഥയാണ്. ഇതാണ് രക്ഷ. ഹല്ലേലൂയ. സ്തോത്രം. ആ രക്ഷയെ ഇവിടെ പറയുന്നത് ഇത്ര വലിയ രക്ഷ. ഇത്ര വലിയത് എന്ന് പറഞ്ഞാൽ എത്രയും വലുതാ?
There is no far, limit. yes, limitless. We cannot express how great it is. ഇത് എത്രയും വലുതാണെന്ന് വിവരിക്കുവാൻ കഴിയാത്തതാണ്. സ്തോത്രം. Is far beyond our expression, even our comprehension. നമ്മുടെ വിവരണത്തിന് അതീതമെന്ന് മാത്രമല്ല, നമുക്ക് ഗ്രഹിക്കുവാൻ തന്നെ കഴിയുന്നതിനും അപ്പുറമാണ്. സ്തോത്രം. അപ്രമേയം, അപ്രമാദിത്വമുള്ളത്. സ്തോത്രം. അപ്രമേയം, പ്രമേയം ചെയ്യാൻ, വിവരിക്കുവാൻ കഴിയുന്നതിനും അപ്പുറം. സ്തോത്രം. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനും അതീതമാണ് ഈ രക്ഷയുടെ ശ്രേഷ്ഠത. അവിടെയാണ് ഇത്ര, എത്ര എന്നൊക്കെ പറയുന്നത്. ഇത്ര വലിയ രക്ഷ. എത്രയും വലുതെന്ന് പറഞ്ഞാൽ എത്രയും വലുതാണെന്ന് പറയാൻ ഒക്കില്ല. അതിൻ്റെ മുമ്പിൽ ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്ര വലിയ രക്ഷ. സ്തോത്രം. ഈ രക്ഷ, അതിൻ്റെ മറ്റൊരു പദം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ദ ഗോസ്പൽ ഇറ്റ്സെൽഫ്. ഹിയർ സാൽവേഷൻ മീൻസ് ദ ഗോസ്പൽ ഇറ്റ്സെൽഫ്. ഇവിടെ രക്ഷ എന്ന് പറഞ്ഞാൽ സുവിശേഷം തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. സ്തോത്രം. സുവിശേഷം തന്നെ. എന്താ സുവിശേഷം? This is a person. First of all, gospel is a person. Rather, the person of Christ. രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പോരാ, ആ വ്യക്തി ക്രിസ്തുവാണ്. അപ്പോൾ യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ് സുവിശേഷം. ആ വ്യക്തിയാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്, യേശു രക്ഷകൻ മാത്രമല്ല, അവൻ നമ്മുടെ രക്ഷയും ആണ്. സ്തോത്രം. രക്ഷയായ ദൈവം, God our salvation. Jesus both is the giver of salvation, or Jesus is the very Savior, so also the salvation too. He is our Redeemer, also our redemption. He is the reconciler, also he is our peace. Praise God. യേശു നമ്മുടെ രക്ഷകനായിരിക്കുമ്പോൾ തന്നെ അതിലുമുപരി അവൻ തന്നെയാണ് നമ്മുടെ രക്ഷ. സ്തോത്രം. രക്ഷ എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാകുമ്പം ഏറ്റവും സരളമായിട്ട് എന്ത് പറയാൻ പറ്റും? നിങ്ങൾ കൂടെ വന്നാട്ടെ, തെറ്റിയാലും സാരമില്ല, നമുക്ക് ഒരുമിച്ച് പഠിക്കുകയാണല്ലോ. We accepted Jesus. Accepted Jesus. ഓക്കെ. മറ്റെന്തെങ്കിലും? ക്രിസ്തുവിലാകുക. ക്രിസ്തുവിൽ ആകുക. വേറെന്തെങ്കിലും? രണ്ടും ശരിയാ.
വേറെന്തെങ്കിലും? ക്രിസ്തുവിനെ ധരിക്കുക, ക്രിസ്തുവിനെ പോലെ ആകുക. ഓക്കെ, ക്രിസ്തുവിനെ ധരിക്കുക, ക്രിസ്തുവിന് അനുരൂപരാകുക. അനുരൂപരാകുക, ക്രിസ്തുവിനെ ഉൾക്കൊള്ളുക. ക്രിസ്തുവിനെ ഉൾക്കൊള്ളുക. ഈ പറഞ്ഞവെല്ലാം ശരിയാ. സ്തോത്രം. യേശു തന്നെ നമ്മുടെ രക്ഷകനും രക്ഷയുമാകുമ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഗെറ്റിംഗ് ഇൻ ടു ക്രൈസ്റ്റ്, നാം ക്രിസ്തുവിൽ ആവുക. ഹാവിങ് ക്രൈസ്റ്റ് ഇൻ അവർ ലൈഫ്സ്, കർത്താവിനെ നാം നേടുക. സ്തോത്രം. ഗെയിനിങ് ക്രൈസ്റ്റ്. പ്രൈസ് ഗോഡ്. ബിക്കമിങ് വൺ വിത്ത് ഹിം, അവനുമായി നാം ഒന്നായി ചേരുക. സ്തോത്രം. അവനിൽ ഇരിക്കുക എന്ന് പൗലോസിന്റെ പ്രയോഗം ഉണ്ടല്ലോ, ദാറ്റ് ഐ മേ ബി ഫൗണ്ട് ഇൻ ഹിം. സ്നാനത്തെക്കുറിച്ച് തന്നെ നമ്മൾ വായിക്കുന്നത് റോമർ 6-ാമത്തെ അധ്യായത്തിൽ എന്താണ്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ. ക്രിസ്തുവിനോട് ചേരുക. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ സരളമായിട്ട് രക്ഷയായ ക്രിസ്തുവിനോട് ചേരുക, രക്ഷയായ ക്രിസ്തുവിൽ ആയിത്തീരുക, രക്ഷയായ ക്രിസ്തുവിനെ ധരിക്കുക, രക്ഷയായ ക്രിസ്തുവിനെ അംഗീകരിക്കുക. സ്തോത്രം. പറയാൻ പറ്റുന്നതിനും അപ്പുറത്താണ്. പറയാൻ ഒക്കുന്നതിനേക്കാൾ കൂടുതൽ അകത്ത് ബോധം കാണും, പക്ഷെ അതിലും അപ്പുറമാണ് ഇതിൻ്റെ അർത്ഥം. സ്തോത്രം. അവൻ നമ്മുടെ രക്ഷയാണ്. God is our salvation. യേശു എന്ന വാക്ക്, പേരിൻ്റെ തന്നെ അർത്ഥം അതാണല്ലോ. The very meaning of the name Jesus. ജഹോഷുവ, ജോഷുവ, യേശുവ. ചില പാട്ടുകളിലൊക്കെ ഈ അടുത്ത കാലത്ത് യേശുവാ യേശുവാ എന്നുണ്ട്. ഹിന്ദിയിൽ അത് പാടുമ്പം യേശു ആ, യേശുവേ വരണേ എന്ന നിലയിലാണ് പലരും പാടുന്നത്. യേശു ആ, യേശുവേ വാ എന്നല്ല അതിൻ്റെ അർത്ഥം. യേശുവാ, യേശുവിൻ്റെ പേരാണ് അവിടെ ഉച്ചരിക്കുന്നത്. ആ പേരിൻ്റെ അർത്ഥം യാഹുവേ ഈസ് മൈ സാൽവേഷൻ. സ്തോത്രം. യഹോവ എൻ്റെ രക്ഷ എന്ന. നമ്മൾ അവനിൽ ആയിത്തീരുന്നു. നാമും കർത്താവും കൂടെ ഒന്നായി മാറുന്നു. കൺഫോമിങ് ടു ദ വെരി പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. സ്തോത്രം. യേശു ക്രിസ്തുവിൽ നമ്മൾ ആയിത്തീർന്നിട്ട് നാം അവനെ പോലെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. ആദ്യം സ്വഭാവത്തിലും പെരുമാറ്റത്തിലും, പിന്നീട് തൻ്റെ തേജസ്സിൻ്റെ ആളത്വത്തിലും. സ്തോത്രം. ഇതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. സ്തോത്രം. രക്ഷിക്കപ്പെടുക, ക്രിസ്തുവിൽ ആയിത്തീരുക.
ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ എന്ന് പൗലോസ് പറയുന്ന പ്രയോഗം നമുക്കറിയാം. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും എന്ന് യേശു കർത്താവ് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. സ്തോത്രം. ഇൻ ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിലായി തീർന്നാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ അകത്ത് ക്രിസ്തുവിനെ പോലെയായി, അകവും പുറവും ഒരുപോലെ ക്രിസ്തുമയമായി നമ്മൾ മാറുകയാണ്. സ്തോത്രം. ഇപ്പൊ രക്ഷ എന്ന് പറഞ്ഞാൽ സുവിശേഷവും രക്ഷയും തമ്മിൽ വേർപെടുത്തുവാൻ കഴിയാത്തതുപോലെ അതിനൊരു ബന്ധമുണ്ട്. സ്തോത്രം. രക്ഷ, സുവിശേഷം. ഇപ്പൊ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാണ്. ആ വ്യക്തി ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആളത്വമാണ്, വ്യക്തിത്വമാണ് ഈ സുവിശേഷം. സ്തോത്രം. 2 തിമോത്തിയോസ് 2:8 വാക്യം നമുക്ക് മനഃപ്പാഠമായിരിക്കാം. 2 തിമോത്തി 2:8. തിമോത്തിയോസ് 2. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർന്നെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. തീർന്നില്ലല്ലോ. ഒരു ഘടകം കൂടെ This ഉണ്ടല്ലോ. is my gospel. അതാകുന്നു This is my എന്റെ gospel. സുവിശേഷം. എന്ന് വെച്ചാൽ എന്റെ സുവിശേഷം എന്ന് പറയുന്നത് എന്താ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു എന്ന വ്യക്തിയാണ്. According to my gospel, or this is my gospel, remember that person who was born in the family, in the dynasty of David. റോമാലേഖനം 1-ാം ആദ്യ വാക്യങ്ങളിലും പൗലോസ് ഇതേ കാര്യമാണ് പറയുന്നത്. ജഡം സംബന്ധിച്ച് അവൻ ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ചു. സ്തോത്രം. ജഡസംബന്ധമായി ദാവീദിന്റെ സന്തതിയായി ജനിച്ചു. എന്നിട്ട് പാപികളായ സകല നരർക്കും മനുഷ്യർക്കും വേണ്ടി ക്രൂശിൽ മരിച്ചു. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ഉയർത്തെഴുന്നേറ്റ് ശക്തിയോടെ ദൈവപുത്രൻ എന്ന് തെളിയിച്ച യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ് എൻ്റെ സുവിശേഷം. സ്തോത്രം. റോമാലേഖനം 1-ാം ആദ്യ വാക്യങ്ങളും 2 തിമോത്തിയോസ് 2:8 കൂടെ ചേർത്താണ് ഞാൻ ഈ പറഞ്ഞത്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പൗലോസ് എപ്പോഴും ഊന്നിപ്പറയുന്ന കാര്യങ്ങളാണിത്. യേശുവിൻ്റെ ജഡധാരണം, യേശുവിൻ്റെ പരിശുദ്ധമായ ജീവിതം, യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണം, അക്ഷരീയമായ ഒരു ശവമടക്ക്, എന്നിട്ട് അക്ഷരീയമായ തേജസ്സിലെ ഉയർത്തെഴുന്നേൽപ്പ്. സുവിശേഷത്തിൻ്റെ സന്ദേശത്തിൽ ഈ 4-5 കാര്യങ്ങൾ അടങ്ങിയിരിക്കണം. ജഡധാരണം, പരിശുദ്ധ ജീവിതം, പ്രായശ്ചിത്ത മരണം, അക്ഷരീയമായ
അടക്കം തേജസ്സിലെ ഉയർപ്പ്. നാം എവിടെ സുവിശേഷം പറഞ്ഞാലും ഈ കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കണം. മുൻപും നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ രോഗസൗഖ്യം തരുന്ന യേശുവിനെ പറഞ്ഞിട്ടെങ്ങും പോകരുത്. അത് സുവിശേഷമല്ല. സ്തോത്രം. പ്രശ്നപരിഹാരകനായ യേശു സുവിശേഷമല്ല. സൗഖ്യദാതാവായ യേശു സുവിശേഷമല്ല. ജോലി തരുന്ന, കല്യാണം നടത്തുന്ന, തലമുറകളെ തരുന്ന, വീട് പണിയിക്കുന്ന, വീസ അടിക്കുന്ന യേശു സുവിശേഷമല്ല. എന്നാൽ സുവിശേഷത്തിനകത്ത് ഈ 5 ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. ഈ സാക്ഷാൽ സുവിശേഷം ക്രിസ്തു എന്നയാളത്വം മുമ്പേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിത്തരും. സൗഖ്യം വേണ്ടിടത്ത് സൗഖ്യം തരും, സമാധാനം വേണ്ടിടത്ത് സമാധാനം തരും, ഉയർച്ച വേണ്ടിടത്ത് ഉയർച്ച തരും, നന്മ നൽകേണ്ടിടത്ത് നന്മ നൽകും. നമ്മുടെ സകല ആവശ്യങ്ങളെയും കർത്താവ് നടത്തിത്തരും. പക്ഷേ കേവലം ആവശ്യങ്ങളൊക്കെ നടത്തിത്തരുന്ന ഒരു നല്ല സഹായകനായി മാത്രം യേശുവിനെ കാണരുത്. അത് സുവിശേഷമല്ല. അതുകൊണ്ട് എത്ര കഷ്ടപ്പെടുന്നവൻ്റെ അടുക്കലായാലും നമ്മൾ സത്യസുവിശേഷം പറയണം. 2 വാക്യങ്ങൾ കൂടെ നമുക്ക് ഈ വിഷയത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് വായിക്കാം. വേറെയും പലതും ഉണ്ടെങ്കിലും 2 മാത്രം നമുക്ക് നോക്കാം. എന്തിനു വേണ്ടിയാണ്? സാൽവേഷൻ മീൻസ് the gospel, and gospel means a person means the person of Christ. ഇതാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എബ്രായർ 5 പോയിന്റ് 2 ഒന്നുകൂടെ പറയാമോ? 5 പോയിന്റ് ജഡധാരണം, പരിശുദ്ധ. പറയാം. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങളാണ്. ഇത്ര വലിയ രക്ഷ. ആ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നിർവചനം നമ്മൾ കണ്ടു. 2-ാം ഭാഗമാണ് നാം അതേക്കുറിച്ച് പറയുന്നത്. രക്ഷ എന്ന് ഇവിടെ പറയുന്നത് സുവിശേഷമാണ്. സുവിശേഷം എന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ക്രിസ്തുവാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തെളിവായിട്ടാ നാം റോമാലേഖനം 1-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങളും 2 തിമോത്തിയോസ് 2:8 കൂടെ ഒരുമിച്ച് ചേർത്ത് ചിന്തിച്ചത്. അതിൽ സുവിശേഷം എന്നത് യേശുക്രിസ്തു എന്ന ആളത്വമാണ്, വ്യക്തിയാണ്. ആ സുവിശേഷ സന്ദേശത്തിനകത്ത് ഉള്ളടക്കം ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5 ഘടകങ്ങൾ, the most important and must ingredients of the gospel. 1, യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു. യേശുവിൻ്റെ ജഡധാരണം. Christ was manifested in the flesh. അത് നമുക്കറിയാം. ഈ 2 ഭാഗങ്ങളിൽ പറയുന്നു, ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ചു. 2, we should stress on the most holy, unquestionable life of Christ. യേശുക്രിസ്തുവിൻ്റെ ചോദ്യം ചെയ്യപ്പെടാനൊക്കാത്ത പരിശുദ്ധമായ ജീവിതം തൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് അല്ല, അതിനു മുമ്പ് 30 വർഷം ഈ ഭൂമിയിൽ പരിശുദ്ധനായ യേശു ജീവിച്ചു എന്നുള്ളത് നാം ഊന്നിപ്പറയണം. ഇല്ലെങ്കിൽ 3-ാമത്തെ ഘടകത്തിന് പ്രസക്തിയില്ല. സ്തോത്രം. പരിശുദ്ധ ജീവിതം. 3-ാമത്തേതാണ് the atoning death of Christ on the cross. ക്രൂശിന്മേൽ ക്രിസ്തു
വരിച്ച പ്രായശ്ചിത്ത മരണം സകല മനുഷ്യരുടെയും പാപത്തെ തൻ്റെ ജഡത്തിൽ ശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറിയെന്ന് 1 പത്രോസ് 2:24 പറയുന്ന കാര്യം. 1 Peter 2:24. സ്തോത്രം. എന്താ പറയുന്നത്? അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? മോസ്റ്റ് ഹോളി ലൈഫ്, അല്ലേ? പരിശുദ്ധമായ ജീവിതം. അതിനും കൂടെ തെളിവായിട്ട് അങ്ങ് വായിച്ചോ. 21 വാക്യം തൊട്ട്. To this you were called, because Christ suffered for you, leaving you an example that you should follow in his steps. He committed no sin and no He deceit. committed no sin. യേശു അവൻ പാപം ചെയ്തിട്ടില്ല. അതേ സംബന്ധിച്ച് 5-6 കൂട്ടം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓർമ്മ കാണുമല്ലോ. ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടി ഞാനിപ്പം മിണ്ടുന്നില്ല. ഈ കാര്യം മാത്രം പറഞ്ഞങ്ങ് വിടുന്നു. യേശു പാപരഹിതനായി ജനിച്ചു, ജീവിച്ചു, മരിച്ചു. തൻ്റെ ആയുഷ്കാലം ജനനം മുതൽ മരണം വരെയും യേശു പരിശുദ്ധനായിരുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. യെസ് മോനെ, ഹി ഡിഡ് നോ സിൻ. And no deceit was found in his mouth. When they hurled insults at him, he did not retaliate. When he suffered, he made no threats. Instead, he entrusted himself to him who judges justly. ഇതുവരെ ഉള്ളതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ ജീവിതത്തെ തെളിയിക്കുന്ന വാക്കുകളായിരുന്നു. മൂന്നാമത്തേതാണ് നമ്മൾ പറഞ്ഞത്, ഗോസ്പൽ മെസ്സേജിൻ്റെ, സുവിശേഷ സന്ദേശത്തിൻ്റെ കാതലായ മൂന്നാമത്തെ കാര്യം, ദ അറ്റോണിങ് ഡെത്ത് ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണം. 24 വാക്യം, വേഴ്സ് 24. He himself bore our sins in his body on the tree, so that we might die to sins and live for righteousness. By his wounds you Enough, have enough, been healed. enough. യേശു എന്തു ചെയ്തു? നമ്മുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരം വരുത്തി. സ്തോത്രം. ഇതാണ് മൂന്നാമത്തെ കാര്യം. വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്, നമുക്കറിയാമല്ലോ, അതുകൊണ്ട് അവിടേക്കൊന്നും പോകുന്നില്ല. നാലാമത്തെ കാര്യം എന്താ? ഹി വാസ് ബറീഡ്. It's not that he just died and after a while he just got up. No. മരിച്ചു, കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അല്ല, യേശു അടക്കം ചെയ്യപ്പെട്ടു. 1 കൊരിന്ത്യർ 15:3. 1 Corinthians 15:3. For what I have received, I passed on to you as of first importance, that Christ died for our sins according to the scriptures, Yeah, then that he was buried, that he was raised on the third day according to the scriptures, praise and that God. Enough. Christ died according to the scriptures. Okay. But the next step, he was buried. അവൻ അടക്കം ചെയ്യപ്പെട്ടു. അടക്കം ചെയ്യപ്പെട്ടു. യേശുവിനെ അടക്കി. He was buried. He was put in the tomb. The tomb was closed. The closed tomb was sealed. The sealed tomb was guarded by the
strongest of the world military, the Roman army. യേശു മരിച്ചു. യേശുവിനെ പാറയിൽ കൊത്തിയ കല്ലറയ്ക്കകത്തു വെച്ചു. കല്ലറ കല്ലുകൊണ്ട് അടച്ചു. അടച്ച കല്ലറയെ രാജാവ് അല്ലെങ്കിൽ ഗവൺമെന്റ് മുദ്ര വച്ചു. മുദ്ര വച്ച കല്ലറയെ ലോകത്തിലെ ഏറ്റവും ശക്തമായ റോമൻ പട്ടാളം കാത്തുകൊണ്ടിരുന്നു. യേശു മരിച്ചു എന്ന് ഉറപ്പാക്കി. ആരും അവന്റെ കല്ലറ വെട്ടിത്തുറന്ന് ജഡം മോഷ്ടിക്കുന്നില്ലെന്ന് ഉറപ്പാക്കി. എന്നിട്ടാണ് നാം വായിക്കുന്നത്, 4-ാം വാക്യത്തിൽ വായിച്ചല്ലോ, ഫസ്റ്റ് കൊരിന്ത്യർ 15:4 1 കൊരിന്ത്യർ 15:4 നമ്മൾ വായിച്ചു, യേശു അടക്കപ്പെട്ട യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. തീർച്ചയായിട്ടും അത് നമ്മൾ പറയണം. യേശുവിൻ്റെ ക്രൂശീകരണം കൊണ്ടും നിർത്തരുത്. യേശു ഉയർത്തെഴുന്നേറ്റു. അതുമാത്രം പോരാ, ഇന്നും യേശു ജീവിക്കുന്നുവെന്നും യേശു ഇനിയും വരുമെന്നും ന്യായം വിധിക്കുമെന്നും രാജാവായി ഭരിക്കുമെന്നും കൂടെ പറയണം. സുവിശേഷത്തിനകത്ത് അതും കൂടെ ഉൾക്കൊള്ളുന്നുണ്ട്. സ്തോത്രം. ഈ 5 കാര്യങ്ങൾ കൂടാതെ ചോദിച്ചതുകൊണ്ട് അതും കൂടെ ചേർത്ത് പറയുക. We should stress that Christ is still alive forever. യേശു എന്നേക്കും ഇനി ഒരിക്കലും മരിക്കാനൊക്കാത്തതുപോലെ ജീവിച്ചിരിക്കുന്നു എന്ന് നാം ഊന്നി പറയണം. We should stress again on the second advent of Christ. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്. അവൻ വീണ്ടും വരും. ഇത്രയൊക്കെ ചെയ്തിട്ട് ആള് പോയി, പോട്ടെ, സാരമില്ല, ഓർത്തേക്കാം, ആളേതായാലും പോയല്ലോ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ എന്നാരും പറയണ്ട. അവൻ വീണ്ടും വരുന്നു എന്ന് നാം ഊന്നി പറയണം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ 8-ാമത്തെ കാര്യം നാം പറയേണ്ടത് എന്താ? He comes for the salvation of those who anticipate for him. അവനായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി വീണ്ടും വരുന്നു എന്ന്. സ്തോത്രം. അപ്പോൾ 5-ാമത്തെ കാര്യം വരെ നമ്മൾ റെഫറൻസ് കണ്ടു. 6-ാമത്തേത് യേശു തന്നെ പറയുന്നുണ്ട്. വെളിപ്പാട് 1:17-18 വാക്യങ്ങളിൽ. സ്തോത്രം. Revelation 1:17-18 ജീസസ് ഹിംസെൽഫ് സെഡ്, I was dead. ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോഴോ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. വേറെയും വാക്യങ്ങളുണ്ട്, ഓരോന്ന് മാത്രം തന്നു പോവുകയാണ്. He is now alive forever. സ്തോത്രം. 7-ാമത്തെ കാര്യമാണ് നമ്മൾ കണ്ടത്. ഹീസ് കമ്മിങ് അഗെയിൻ. ഹീബ്രൂസ് 9:28, എബ്രായർ 9:28, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. സ്തോത്രം. പ്രത്യക്ഷനാകും. 8-ാമത്തെ കാര്യമാണ്, സ്തോത്രം, he will judge the world in righteousness. He will judge the world in righteousness. യേശുക്രിസ്തു നീതിയിൽ ലോകത്തെ ന്യായം വിധിക്കും. സ്തോത്രം. He will be the judge. He will judge the world. Whether kings, rulers, judges, rich people,
പുവർ whoever it be, സകല മനുഷ്യരെയും അവൻ ന്യായം വിധിക്കും. ഒത്തിരി വാക്യങ്ങളുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽക്കുള്ള വാക്യങ്ങളിൽ അക്കാര്യം കാണുന്നുണ്ട്. റെവലേഷൻ 20 വേഴ്സസ് ഫ്രം 11. മരിച്ചവർ ആബാലവൃദ്ധം എന്ന് വെച്ചാൽ ബാലന്മാർ തുടങ്ങി വൃദ്ധന്മാർ വരെ അവൻ്റെ മുമ്പാകെ നിന്നു. സകലരെയും അവൻ നീതിയോടെ ന്യായം വിധിക്കും. ഫൈനലി he will be the eternal king. He will rule over the whole world. He will be the eternal king. നിത്യരാജാവായി നമ്മുടെ കർത്താവ് വാഴും, ഭരണം നടത്തും. സ്തോത്രം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഈ യേശുവിനെ കൈക്കൊണ്ടാലും ഇല്ലെങ്കിലും, യേശു ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ഈ 8 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കണം. സ്തോത്രം. 8 ആണല്ലോ അല്ലേ? 8 കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. 10 ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം കൂടെ ചേർത്ത് 10 ആയോ? ഓക്കെ, നിങ്ങൾ എഴുതിയ പോലെ ആയിക്കോട്ടെ. ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളണമെന്നേ ഉള്ളൂ. സ്തോത്രം. ഇപ്പോൾ കുറഞ്ഞ പക്ഷം നമ്മൾ സുവിശേഷത്തിൽ ഇത്രയും ഉൾക്കൊള്ളിക്കണം. ഇതെല്ലാം കൂടെ ഓൾമോസ്റ്റ് ഏകദേശം ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് പൗലോസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവഭക്തിയുടെ മർമ്മമെന്ന് പൗലോസ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം പഠിച്ച സമയത്ത് പഠിച്ചതാണ്. എങ്കിലും ഒന്നും കൂടെ ഒന്ന് വായിച്ചോളൂ. 1 Timothy 3:16 or 15 and 16 you can get together. 1 തിമോത്തിയോസ് 3-ന്റെ 15-16 കൂടെ വേഗത്തിൽ. If I am delayed, you will know how people ought to conduct themselves in God's household, which is the church of the living God, the pillar and foundation of the truth. Beyond all question, the mystery of godliness is great. He appeared in a body, was vindicated by the Spirit, was seen by angels, was preached among the nations, was believed on in the world, was taken up in glory. സ്തോത്രം. ഏകദേശം ഇതേ കാര്യങ്ങൾ പൗലോസ് അവിടെ ക്രോഡീകരിക്കുന്നു. ദ സമ്മറി ഓഫ് ദ ഗോസ്പൽ മെസ്സേജ്. ഓൾമോസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ. അവിടെ യേശുവിനെ പൗലോസ് വിളിക്കുന്നത് എന്താണ്? മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, ദൈവഭക്തിയുടെ മർമ്മം എന്ന. എന്നിട്ട് അവൻ, ഹീ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സ്തോത്രം. ജഡത്തിൽ വെളിപ്പെട്ടത് തുടങ്ങി തേജസ്സിൽ എടുക്കപ്പെട്ടത് വരെ. സ്തോത്രം. ഈ സുവിശേഷ സന്ദേശങ്ങൾ നമ്മൾ പറയണം. എത്ര ആവശ്യത്തിലിരിക്കുന്നവരോടായാലും, ഓരോ വാചകത്തിലായാലും നമ്മൾ അവരോടിത് പറയണം. ഇനി 2 വാക്യങ്ങൾ നമുക്ക് കടമുണ്ട്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുവരെ ഉള്ളതിൽ? സ്തോത്രം. അപ്പൊ നമ്മളിപ്പോൾ പറയുന്നത് എബ്രായർ 2:3-4 ഇത്ര വലിയ രക്ഷ സാൽവേഷൻ മീൻസ് ദ ഗോസ്പൽ, സുവിശേഷം. ഗോസ്പൽ ഈസ് എ പേഴ്സൺ, സുവിശേഷം ഒരു വ്യക്തി. ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദാറ്റ് പേഴ്സൺ, യേശുവാണ് ആ വ്യക്തി. അതിനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയത്. ഇനി സുവിശേഷം രക്ഷയാണ്, സുവിശേഷം രക്ഷയാണ്, അല്ലെങ്കിൽ രക്ഷ സുവിശേഷമാണ് എന്നതിനാണ് 2 വാക്യങ്ങൾ കൂടെ ഉള്ളത്. റോമാലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം.
I am their mouths are full of cursing and bitterness. ഉം. I am bound to the Greeks and non-Greeks, both to the wise and the foolish. Verse 14, 14. യവനന്മാർക്കും ബർബരന്മാർക്കും ജാതികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ഇനിയും ആവോളം ഞാൻ ഇനിയും 16. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. I am a debtor to all. First of all, 14 says. 14 വാക്യത്തിൽ പറയുന്നു, I am a debtor. സ്തോത്രം. എന്നിട്ട് 16 പറയുന്നു, it is the power of God for salvation. സുവിശേഷം, ഞാൻ അതിന് കടപ്പെട്ടിരിക്കുന്നു, എല്ലാവരോടും കടക്കാരനാകുന്നു. ഈ 14, 15, 16 വാക്യങ്ങളിൽ 3 കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. ഐ എം എ ഡെപ്റ്റർ, ഐ എം ഓൾവേസ് റെഡി. പിന്നെ 16 വാക്യത്തിൽ പറയുന്നു, ഇറ്റ് ഈസ് ദ സാൽവേഷൻ. ഞാൻ കടക്കാരനാകുന്നെന്ന് 14 വാക്യത്തിൽ, ഞാൻ എപ്പോഴും ഇത് പ്രസംഗിക്കാൻ ഒരുങ്ങിയിരിക്കുന്നെന്ന് 15 വാക്യത്തിൽ, 16 വാക്യത്തിൽ പറയുന്നു, ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ദ ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് ഗാഡ് ഫോർ സാൽവേഷൻ. 1 കൊരിന്ത്യർ 1:18 കൂടെ. ഫസ്റ്റ് കൊരിന്ത്യൻസ് 1:18. For the message of the cross is foolishness to those who are perishing, but to us who are being saved, it is the power of God. രക്ഷിക്കപ്പെടുന്ന നമുക്ക് ക്രൂശിന്റെ വചനം രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. For those who are saved, the message of the cross, that is the gospel message, is power of God for salvation. അപ്പം രക്ഷയും സുവിശേഷ സന്ദേശവും ഒന്നാണെന്ന് നമുക്കിവിടെ കാണാം. അപ്പോൾ എബ്രായർ 2:3-4 വാക്യങ്ങളിൽ പറയുന്ന രക്ഷ, സ്തോത്രം, സുവിശേഷം, യേശുക്രിസ്തു എന്ന ആളത്വം, സ്തോത്രം. ആ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പാപങ്ങളിൽ നിന്ന്, ശാപങ്ങളിൽ നിന്ന്, നിത്യമരണത്തിൽ നിന്ന്, നിത്യശിക്ഷാവിധിയിൽ നിന്ന് ഒക്കെ നമുക്ക് മോചനം ലഭിച്ചതിനായി സ്തോത്രം. ഇതിൻ്റെ പ്രാധാന്യതയാണ് നമ്മളിനി നോക്കാനുള്ളത്. ഇന്നലെ തുടങ്ങി വെച്ചിരുന്നെങ്കിലും ഇത്രയും കാര്യങ്ങൾ കൂടെ അതോടെ ചേർക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ കൂടെ പറഞ്ഞതാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞത് ഈ രക്ഷ ഇത്ര വലിയ രക്ഷയായിരിക്കാൻ എന്താണ് കാരണം എന്ന് നോക്കാമെന്ന്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അതിൽ എക്സ്ക്ലൂസീവായി അതിലേക്ക് നമുക്ക് നാളെ എത്താം. ഈ രക്ഷയെക്കുറിച്ച് ഒന്ന് പറയണമെന്ന് മനസ്സിലൊരാഗ്രഹം തോന്നിയത് കൊണ്ട് അതിന്ന് നിങ്ങളുമായി പങ്കുവെച്ചതാണ്. സ്തോത്രം. അപ്പോൾ ഈ രക്ഷ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യരുത്? ഗണ്യമാക്കാതെ പോകരുത്. ഗണ്യമാക്കാതെ പോയാൽ അത് സുവിശേഷത്തെ നിരസിക്കലാണ്, അത് ക്രിസ്തുവിനെ നിരസിക്കലാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ കർത്താവിനെ ഏറ്റുകൊണ്ട്
നമ്മുടെ രക്ഷയായ കർത്താവുമായി ഒന്നു ചേർന്ന് നമ്മുടെ ശിഷ്ടകാലം ഈ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. സ്തോത്രം.